ഹായ് ഫ്രണ്ട്സ്, പൊന്നസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിഷ. ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് ഒരു വൈൻ ഉണ്ടാക്കി നോക്കാം. പൈനാപ്പിൾ കൊണ്ടുള്ള വൈൻ. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വൈനാണ്. 3 ദിവസം കൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. അതിനായി ഇത് ആദ്യം മുറിച്ചെടുത്തിട്ട് വരാം. പൈനാപ്പിൾ എല്ലാം ഞാനിവിടെ മുറിച്ചെടുത്തു. ഇനി ഇതിലേക്ക് പഞ്ചസാര, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഈസ്റ്റ് എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി വേണ്ടത് വെള്ളം തിളപ്പിക്കണം. ഞാനൊരു 1.5 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു മുഴുവൻ പൈനാപ്പിളും എടുത്തതുകൊണ്ടാണ് ഇത്രയും വെള്ളം എടുത്തത്. വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ട ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അടുത്തതായി എടുത്തു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇതിന് നല്ലവണ്ണം തിളക്കണം. ഇത് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. കറിയൊക്കെ കോരാൻ ഉപയോഗിച്ച കയ്യിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നന്നായി തിളച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഏലക്കയുടെയും ഗ്രാമ്പുവിൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തീ ഓഫ് ചെയ്ത് തണുക്കാനായി കാത്തിരിക്കാം. ഇതിപ്പോൾ നന്നായി തണുത്ത് കഴിഞ്ഞു. ഇനി ഇത് കുപ്പിയിലേക്ക് മാറ്റാം. കുപ്പിയിലോ ഭരണിയിലോ വേണം ഇത് ഒഴിച്ചു വെക്കാൻ. പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും ഒഴിക്കരുത്. ഇനി ഇത് നല്ല കോട്ടൺ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കാം. നല്ലവണ്ണം മുറുക്കി കെട്ടേണ്ടതില്ല, കുറച്ച് ലൂസാക്കി വേണം കെട്ടാൻ. ഇനി ഇതിൻ്റെ മൂടി ഇട്ട് വെക്കാം. ഇതിന് 3 ദിവസം കഴിഞ്ഞ് മാത്രം എടുത്താൽ മതി. വൈനാകാൻ വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് കുപ്പിയിലാക്കി ആവശ്യത്തിന് ഉപയോഗിക്കാം. 3 ദിവസം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പൈനാപ്പിൾ വൈൻ ഇവിടെ റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.